بسم الله الرحمن الرحيم. يا الله يا الله يا الله يا الله يا الله يا الله يا رحمن يا رحمن يا رحيم يا رحيم يا رحيم يا مالك يا مالك يا قدوس يا قدوس يا سلام يا سلام يا مؤمن يا مؤمن يا مؤمن يا مؤمن يا مؤمن يا عزيز يا عزيز يا جبار يا جبار يا متكبر يا متكبر يا خالق يا خالق يا بارئ يا بارئ يا مصور يا مصور يا غفار يا غفار يا غفار يا غفار يا غفار يا وهاب يا وهاب يا رزاق يا رزاق يا رزاق يا فتاح يا فتاح يا فتاح يا عليم يا عليم يا ذا الجلال والإكرام. الله الحمد لله الحمد لله الحمد لله رب العالمين آمين. أن يوافي نعم يكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد. اللهم أوزل مثل ثواب ما قرأنا من القرآن العظيم. هذه هدية واصلة رحمة نازلة بركة شاملة منا إلى حضرة روح نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم، ثم إلى أرواح من الأنبياء المرسلين، ثم إلى أرواح المرسلين. آمين إنك لا كل شيء قدير. اللهم ارحم يا رب ربتهم ونسوا وعيستهم وارفع رغبتهم وارفع درجتهم وكلنا ولهم أبنا وبهم وفيا. اللهم سلم صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل بالعقد وتنفرج بالقرب تقضى باللوائج وتنال الراكب يستسقى الأمام بوجه الكريم وعلى آله وصحبه في كل رحمة ونفس مدد كل معلوم لك. അർഹമുറഹീമായ കരുണക്കടലായ കാരുണ്യവാനായ കരുണയുടെ നിധിയായ രാജാതിരാജാവായ രാജസയ്യിദാവായ അല്ലാ, നിന്നിലേക്ക് കരമുയർത്തപ്പെട്ടുകൊണ്ട് നിന്നോട് യാചിക്കുന്നു അല്ലാ. ദ്വാക്കൊന്ന് ഉത്തരം തായോ അല്ലാ, ദ്വാക്കൊന്ന് ഉത്തരം തായോ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലിയതായ ഖുർആൻ പാരായണം, ദിക്റുകൾ, സലാത്തുകൾ, അദ്കാറുകളിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കിക്കൊണ്ട് നിന്റെ മക്കൾ സ്വാലിഹായ അമലാക്കിക്കൊണ്ട് സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അർഹമുറഹീമായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതിൻ്റെ എല്ലാം മിസ്ലതവാബ് ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ മുത്ത് റസൂലുള്ളാന്റെ ഹദ്റാത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ദർജ വസീല വളർത്തണേ അല്ലാ. അവിടുന്ന് ഇഷ്ടപ്പെട്ട ആശിക്കീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. അവിടുത്തെ പൂമുഖം കാണാനും പുണരാനും സലാം പറയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹമുറഹീമായ റബ്ബേ, ഞങ്ങൾക്ക് മദീനയിലെത്താനും റസൂലുള്ളാഹിന്റെ ചാരത്തി എന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഒരുപാട് സലാമുകളും സലാത്തുകളും ചെല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. റഹമുറഹീമായ റബ്ബേ, നിന്റെ പൊരുത്തത്തിലായി തിരുപ്പതിലായി കബൂലാക്കപ്പെട്ട ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഹാജാദറത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാ. അർഹമുറഹീമായ കാരുണ്യത്തിന്റെ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതിന്റെ മിശ്രഭാവം എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ഹദ്റാത്തുകളിലേക്കും എത്തിക്കണേ അല്ലാ. അവരൊക്കെ ദർജ വളർത്തണേ അല്ലാ. അവരൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഹിദായത്തിലാക്കി തരണേ അല്ലാ. റഹമുറഹീമായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതിന്റെ മിശ്രഭാവത്തിന്റെ റഹ്മത്തിന്റെ സകല മലക്കുകളുടെയും ഹദ്റാത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹമുറഹീമായ റബ്ബേ, കാരുണ്യത്തിന്റെ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതിന്റെ മിശ്രഭാവ ഖുലഫാഇർ റാഷിദീൻ അസ്റത്തുൽ മുബശ്ശിരീങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാ. അവരൊക്കെ ദർജ വളർത്തണേ അല്ലാ. അവരൊക്കെ അർവാഹുകളോട് കൂടെ ഞങ്ങളുടെ റൂഹുകളെയും ദുനിയാവിലും ആഖിറത്തിലും നീ ചേർത്ത് നൽകണേ അല്ലാ. റഹമുറഹീമായ റബ്ബേ, ഞങ്ങളെ ചൊല്ലിയതിന്റെ മിശ്രിതഭാവ അല്ലാ. അസ്ഹാബുൽ ബദരീൻ ഹദീങ്ങൾ അന്തക്കീങ്ങൾ നിന്റെ സ്വഹാബാക്കള് നിന്റെ സഹാബത്ത് ഭൂമിയിൽ എവിടൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരൊക്കെ ഹദ്റാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാ. അവരൊക്കെ ദർജ വളർത്തണേ അല്ലാ. അവരൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ച് സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. റഹമുറഹീമായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതിന്റെ മിശ്രഭാബ് അല്ലാഹുവിന്റെ ഔലിയാക്കള് മഹിയദ്ദീൻ സയ്യിദ് റിഫാഈൻ സയ്യിദ് ഖാജ പാപ്പ നാവൂര് മുത്തുപ്പേട്ട ഏർവാടി സ്വഹദാക്കള് വിളക്കറുള്ളാളം അമ്രപ്പാപ്പ തുടങ്ങി നിന്റെ ഔലിയാക്കള് ഭൂമിയിൽ എവിടൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരൊക്കെ ഹദ്റാത്തുകളിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ മിശ്രഭാബ് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരൊക്കെ ദർജ വളർത്തണേ അല്ലാ. അവരൊക്കെ അർവാഹുകളോട് കൂടെ ഞങ്ങളുടെ റൂഹുകളെയും നീ ചേർത്ത് നൽകണേ അല്ലാ.
അള്ളാഹുവേ കാരുണ്യത്തിൻ്റെ റബ്ബേ, ഞങ്ങളുടെ ഉമ്മ ഉപ്പ വല്യമ്മ വല്യപ്പ സഹോദരി സഹോദരങ്ങൾ തുടങ്ങി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും ഇന്ന് കബറിലാണ്. അല്ലാ, ഞങ്ങൾ ചെല്ലിയതിൻ്റെ മിശ്രിതമാവ് അവരെ കബറാത്തുകളിലേക്ക് എത്തിക്കണേ. അല്ലാ, അവരെ പാവദോഷങ്ങൾ പുറത്തു മാപ്പാക്കിക്കൊണ്ട് അവരെ പറസുഖിയായ ജീവൻ നീ സ്വർഗീയമാക്കണേ. അല്ലാ, അർഹമുറഹീമായ റബ്ബെ, ആദം നബി മുതൽ ഇന്ന് അവരെ ജീവിച്ച് മരണപ്പെട്ട സകല മോമിനീങ്ങളും മോമിനാത്തുള്ള ഹദ്റാത്തുകളിലേക്കും ഞങ്ങൾ ചെല്ലിയതിൻ്റെ മിശ്രിതമാവ് നീ എത്തിക്കണേ. അല്ലാ, അവരെ എല്ലാ പാവദോഷങ്ങളും പുറത്തു മാപ്പാക്കിക്കൊണ്ട് അവരെ പറസുഖിയായ ജീവൻ നീ സ്വർഗീയമാക്കണേ. അല്ലാ, അർഹമുറഹീമായ റബ്ബേ, കാരുണ്യത്തിൻ്റെ റബ്ബേ, കരുണയുടെ അല്ലാ, നീ തന്ന ആയുസ് കൊണ്ട് നിന്റെ ദുന്യാവിൽ ഞങ്ങൾ ജീവിക്കുന്നു. അല്ലാ, അല്ലാ, നിന്റെ ദുന്യാവിൽ ഞങ്ങൾ ജീവിക്കുന്നു. അല്ലാ, നീ ചെയ്തു തന്നല്ല അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ അല്ലാ, അറിഞ്ഞും അറിയാതെയുമായ ഒരുപാട് തെറ്റുകളിൽ ഏർപ്പെട്ടു പോകുന്നു. അല്ലാ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന സകലമായ തെറ്റുകുറ്റങ്ങളും നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിക്കൊണ്ട് അല്ലാ, അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തെ ജീവിതവും പരിപൂർണമായി നിന്റെ ഇഷ്ടത്തിൽ പൊരുത്തത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. അല്ലാ, അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ ഒരുക്കി നൽകണേ. അല്ലാ, അർഹമുറഹീമായ റബ്ബേ, കാരുണ്യത്തിൻ്റെ റബ്ബേ, ഞങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന പലർക്കും ശരീരത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാ, എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് സമാധാനം നൽകണേ. അല്ലാ, ആഫിയത്ത് ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റഹ്മുറഹീമായ റബ്ബേ, മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് പലർക്കും പലയാതി രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാ, ഏത് രോഗമാണെങ്കിലും നൽകിയവൻ നീ തന്നെയാണ്, അതിന് ശിഫാവ് നൽകേണ്ടവനും നീ തന്നെയാണ്. അല്ലാ, ഞങ്ങളിലുള്ള സകലമാന രോഗങ്ങൾ നീ ശിഫാവ് നൽകണേ. അല്ലാ, റഹ്മുറഹീമായ റബ്ബേ, ഒരുപാട് ആളുകൾ അല്ലാ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാ, എല്ലാ വിഷയങ്ങളും ഇതാ നിന്നിലേക്ക് കേൾപ്പിക്കുന്നില്ല, നിനക്കറിയുമല്ല, എല്ലാം നീ ഏറ്റെടുത്തുകൊണ്ട് എല്ലാറ്റിനും പരിഹാരം നൽകി സമാധാനം നൽകണേ. അല്ലാ, റഹ്മുറഹീമായ റബ്ബേ, കാരുണ്യത്തിൻ്റെ റബ്ബേ, നീ തന്ന ആയുസ്സല്ലേ നിന്റെ ദുന്യാവിൽ ഞങ്ങൾ ജീവിച്ചു തീർക്കുന്നത്. അല്ലാ, നിന്റെ പൊരുത്തക്കേടിലാക്കല്ലേ. അല്ലാ, നീ തൃപ്തിപ്പെട്ടവരിൽ ഞങ്ങളെ നീ ചേർത്ത് തരണേ. അല്ലാ, റഹ്മുറഹീമായ റബ്ബേ, നിന്റെ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. അല്ലാ, ഹലാലായ സകല ആവശ്യങ്ങളും നിന്റെ അവതാരം കൊണ്ട് ഞങ്ങൾക്ക് നീ നിറവേറ്റി തരണേ. അല്ലാ, നിറവേറ്റി തരണേ. അല്ലാ, അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ ഏറ്റെടുത്ത് ഫത്തഹിലാക്കണേ. അല്ലാ, ഞങ്ങളുടെ വീടുകളിൽ ബിസിനസ്സിൽ ജോലികളിൽ സ്ഥാപനങ്ങളിൽ എല്ലാം നിന്റെ നിഅമത്തും ബർക്കത്തും നീ അധികരിപ്പിക്കണേ. അല്ലാ, ഞങ്ങളുടെ ഓരോ നിമിഷത്തെ പ്രവർത്തനങ്ങളും നിന്റെ മക്കൾ നീ സാലിഹായ അമലാക്കിക്കൊണ്ട് സ്വീകരിക്കണേ. അല്ലാ, അള്ളാഹുവേ, ഞങ്ങളുടെ ഖാജാദറത്തിൻ്റെ സ്ഥാപനത്തെ നീ ഏറ്റെടുത്ത് ഒരുപാട് വളർത്തിത്തരണേ. അല്ലാ, 10,000-കണക്കിന് ആലിമീങ്ങൾ ആഫ്ലീങ്ങൾ ആഫ്ലീങ്ങൾ ആഫ്ലാത്യങ്ങളെ പഠിച്ചിറങ്ങുന്ന ഒരു സ്ഥാപനമാക്കി ഖാജാദറത്തിൻ്റെ സ്ഥാപനത്തിന് നീ വളർത്തിത്തരണേ. അല്ലാ, അതിനെന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നീ അടുപ്പിച്ച് തരണേ. അല്ലാ, എവിടെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടല്ലോ നീ നീക്കം ചെയ്യണേ. അല്ലാ, റഹ്മുറഹീമായ റബ്ബേ, കാരുണ്യത്തിൻ്റെ റബ്ബേ, ഖാജാദറത്തിൻ്റെ മജ്‌ലിസിനെ നീ പൊരുത്തത്തിലായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ. അല്ലാ, നിന്റെ കോടാനകോടി സൃഷ്ടികൾക്കൊരു ഉപകാരപ്രദമാവുന്ന മജ്‌ലിസാക്കിക്കൊണ്ട് ഖാജാദറത്തിൻ്റെ മജ്‌ലിസിനെ നീ നിലനിർത്തി തരണേ. അല്ലാ, ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു അത്താണിയാക്കിക്കൊണ്ട് ഖാജാദറത്തിൻ്റെ മജ്‌ലിസിനെ നീ നിലനിർത്തണേ. അല്ലാ, ആരെന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞ് ഖാജാദറത്തിലേക്ക് എത്തുന്നുവോ അത് തത്സമയം നിറവേറ്റി കൊടുക്കാനുള്ള കഴിവ് ഖാജാദറത്തിന് നൽകണേ. അല്ലാ, അല്ലാഹുവേ, റഹ്മത്തിൻ്റെ മനക്കുള്ള സാന്നിധ്യമുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരെ സാന്നിധ്യമുള്ള തത്സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്‌ലിസാക്കിക്കൊണ്ട് ഖാജാദറത്തിൻ്റെ മജ്‌ലിസിനെ നീ നിലനിർത്തി തരണേ. അല്ലാ, നിന്റെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ. അല്ലാ, റഹ്മുറഹീമായ റബ്ബേ, കാരുണ്യത്തിൻ്റെ റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന ആയുസ്സ് ഞങ്ങൾ ജീവിച്ചു തീർക്കുമ്പോൾ നിന്നെ അറിഞ്ഞ് നിന്നെ ഓർത്ത് ജീവിച്ച അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരോട് കൂടെ ഞങ്ങളെയും നീ ചേർത്ത് തരണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങൾക്കൊരു മരണമുണ്ടല്ലോ, ഞങ്ങളുടെ റൂഹിനെ നീ പിരിക്കുമല്ലോ. അല്ലാ, അത് എപ്പോഴാണ് ഏത് നിമിഷമാണെന്ന് ഞങ്ങൾക്കറിയൂല. അല്ലാ, ഏത് നിമിഷമാണെങ്കിലും അത് നിന്റെ പൊരുത്തത്തിലാക്കി തരണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെയും സാലിഹ്യങ്ങളും സാലിഹ്യങ്ങളും ആക്കണേ. അല്ലാ, ഭാര്യമാരെ സാലിഹ്യങ്ങളും സാലിഹ്യങ്ങളും ആക്കണേ. അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാകുന്ന മക്കളാക്കണേ. അല്ലാ, ദീനി ഹിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ. അല്ലാ, ഞങ്ങൾക്കും മരണം വരെ ദീനി ഹിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള മരണം നീ ആഖിബത്ത് നന്നാക്കി മാതാപിതാക്കളോറ്റവരുടെ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരോട് കൂടെ മുത്ത് റസൂലുള്ളാഹിന്റെ ചാരത്ത് എത്തിച്ചേരണേ. അല്ലാ,
ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് നീ ഇടം നൽകണേ അല്ലാ. അല്ലാ, നിന്റെ നിക്കാഹിനെ കണ്ട് സന്തോഷിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. നിന്റെ നിക്കാഹിനെ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخل جنتك الأبرار يا عزيز يا غفار يا رب العالمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم.